ഞാൻ സോന. ഇന്ന് വായനാ ദിനം. ഈ വായനാ ദിനത്തിൽ എൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് രണ്ട് വാക്ക്. അളവിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു ശേഖരണമാണ് പുസ്തകം. പുസ്തകങ്ങളെ എൻ്റെ കൂട്ടുകാരാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവർ ഞങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ നൽകുന്നു. നല്ല കാര്യങ്ങൾ അവർ നമ്മെ പഠിപ്പിക്കുന്നു. നല്ല പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാർ. പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നാം താല്പര്യം കാണിക്കണം. ഈ ഗുണം നാം കുട്ടിക്കാലം മുതൽ തന്നെ വികസിപ്പിക്കണം. നമ്മൾ ഇപ്പോൾ അത് ആരംഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിക്ക് വളരെ സഹായമാകും. അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് അറിവും നല്ല സ്വഭാവവും ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. വിജയം നേടാൻ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. മറ്റുള്ളവർ എങ്ങനെ വിജയിച്ചു എന്ന് പുസ്തകങ്ങളിലൂടെ നാം മനസ്സിലാക്കും. വായന ഒരു മനുഷ്യനെ വലിയവനാക്കുന്നു. ജൂൺ 19 നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം വായനാ ദിനം ആചരിക്കുന്നത്. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളും നാം പഠിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും, അതൊരു ആയുധമാണ് എന്ന ബർത്തോൾട്ട് ബ്രെഖ്റ്റിന്റെ വാക്കുകളാണ്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ നമുക്ക് സമ്മാനിച്ചത് മുട്ടത്ത് വർക്കിയാണ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത ചെമ്മനം ചാക്കോ മാഷാണ് നമുക്ക് സമ്മാനിച്ചത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഇന്ന് ജൂൺ 19. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.